ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ഒക്ടോബർ 14 തിങ്കളാഴ്ചയാണ്. ഒരു ആഴ്ചയുടെ തുടക്കമാണ്. അതുപോലെ ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറിയാണ്. സോ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. പ്രധാനമായിട്ടും നമുക്ക് ഇന്നത്തെ ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ എന്താ പറയുക, നിഫ്റ്റിക്ക് ഇപ്പോഴും ഒരു എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന കൃത്യമായൊരു ദിശ കിട്ടാതെ അലയുകയാണ്. ഒരു കൺസോളിഡേഷൻ 25,000 എന്ന ആ ഒരു മാജിക് ലെവലിൽ പിടിച്ചു നിൽക്കുകയാണ്. അതിന് താഴോട്ടും മുകളിലോട്ടും ഒന്നും പോവാതെ അവിടെ തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. സോ ഇന്ന് നിഫ്റ്റി 25,000 മുകളിൽ പ്രോപ്പർ ക്ലോസിങ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ മുകളിലേക്കാണ് ക്ലോസിങ് കിട്ടുന്നതെങ്കിൽ നമുക്കൊരു റാലി പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ കുറേ ദിവസം കൺസോളിഡേഷനിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ അപ്ഡേറ്റ് ആണത്. 2-3 ദിവസമായ ന്യൂസ് വന്നിട്ട്, അതായത് NSEയിൽ ഓരോ എക്സ്ചേഞ്ചിനും ഒരു വീക്കിലി എക്സ്പയറി എന്ന ഒരു പുതിയൊരു റൂളിംഗ് സെബി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 2 എക്സ്ചേഞ്ചുകളാണ് പ്രധാനമായിട്ടുള്ളത്, BSEയും NSEയും. അപ്പോൾ NSEയിലാണ് നമ്മൾ നിഫ്റ്റിയുടെ സാധനങ്ങളൊക്കെ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഇനി നിഫ്റ്റി 50 എന്നുള്ള ആ ഒരു ഇൻഡെക്സ് മാത്രമായിരിക്കും വീക്കിലി എക്സ്പയറി ഉണ്ടാവുക. ബാക്കിയുള്ളതെല്ലാം തന്നെ മന്ത്ലി എക്സ്പയറി ആയി മാറാൻ പോവാണ്. അതുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യുന്നതിന്, പ്രത്യേകിച്ച് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവിടെ ഒരു ഇഷ്യൂ ഉള്ളതെന്ന് പറഞ്ഞാൽ മന്ത്ലി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീമിയം വളരെ കൂടുതലായിരിക്കും. എക്സ്പയറി എടുക്കുമ്പം പ്രീമിയം കുറയും. എന്നാൽ കൂടി മറ്റുള്ള ദിവസങ്ങളിലും ഒരു മാസത്തിൻ്റെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ പ്രീമിയം വളരെ കൂടുതൽ. ഇപ്പോൾ 200 രൂപയൊക്കെ കിട്ടുന്ന ബാങ്ക് നിഫ്റ്റി 600-700 ഒക്കെ കൊടുക്കേണ്ടി വരും ഒരു സിംഗിൾ ക്വാണ്ടിറ്റിക്ക്. അപ്പോൾ അത് ഒരു ബാധ്യതയായിട്ട് ഓരോ ഇൻട്രാഡേ ട്രേഡറിനും മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒത്തിരി പേർക്ക് അതുകൊണ്ട് വലിയ ഗുണങ്ങളും കിട്ടും. കാരണം സ്വാഭാവികമായിട്ടും തീറ്റ ഡി കെ അല്ലെങ്കിൽ ടൈം ഡി കെ കുറയും തോറും അവിടെ പ്രോഫിറ്റബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിഫ്റ്റി 50 പതിവ് പോലെ എല്ലാ വ്യാഴാഴ്ചയും എക്സ്പയറി തന്നെയായിരിക്കും. ഇനി BSEയിലേക്ക് വരികയാണെങ്കിൽ BSE സെൻസെക്സ് വീക്കിലി എക്സ്പയറി ആയിരിക്കും. അതിൽ ബാങ്ക് എക്സും അതേപോലെ സെൻസെക്സ് 50 എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഡെക്സുകളുണ്ട്. അതെല്ലാം തന്നെ മന്ത്ലി ഓപ്ഷനായിട്ട് മാറുകയാണ്. സോ നമുക്ക് ആഴ്ചയിൽ 2 ദിവസം മാത്രമായിരിക്കും എക്സ്പയറി ഉണ്ടാവുക. അതിനകത്ത് തന്നെ സെൻസെക്സ് വളരെ റെയറായിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് സെൻസെക്സും നിഫ്റ്റി 50യും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയി മാറും. ആൾക്കാർ കൂടുതൽ അതിലേക്ക് ട്രേഡ് ചെയ്യാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും BSEക്ക് അത് വളരെ ഗുണകരമാവുന്ന രീതിയിലേക്കാണ് ഈ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. 2 എക്സ്ചേഞ്ചിനും തുല്യ പ്രാധാന്യമാണ് എക്സ്പയറിയുടെ കാര്യത്തിൽ കിട്ടാൻ പോകുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നുന്നു. മുമ്പൊക്കെ അതേപോലെ തന്നെയായിരുന്നു. ഈ നിഫ്റ്റി 50യും ബാങ്ക് നിഫ്റ്റിയും അതേപോലെ സെൻസെക്സ് ഇതൊക്കെയായിരുന്നു വീക്കിലി ഉണ്ടായിരുന്നത്. പിന്നീട് കുറേ എണ്ണം വീക്കിലി ആയി വന്നു. ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഒരുപാട് ട്രേഡേഴ്സിനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. അപ്പോൾ അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ ആ നിയമങ്ങളെല്ലാം മാറ്റി വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ പോവുകയാണ്. കാരണം നിഫ്റ്റി തുടക്കത്തിലുണ്ടായിരുന്ന 75 ക്വാണ്ടിറ്റിയാണ്. പിന്നീടാണ് അത് 50 ആയതും 25 ആയതും. ഇപ്പോൾ 25 നേരെ 60ൻ്റെ മുകളിലേക്കായിരിക്കും പോകുന്നത്. ചിലപ്പോൾ 60 ആയിരിക്കും ഇനി വരാൻ പോകുന്ന ക്വാണ്ടിറ്റി. നവംബർ 20-നാണ് ഈ ക്വാണ്ടിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഉറപ്പാവുക. അപ്പോൾ അതുവരെയും നമുക്ക് സമയമുണ്ട്. എന്തായാലും നമ്മൾ ഇനി വീക്ക്ലി ഓപ്ഷൻസിൽ നിഫ്റ്റി 50യും സെൻസെക്സ് മാത്രം വീക്ക്ലി ഓപ്ഷൻ കൺസിഡർ ചെയ്ത് പോകുന്നതായിരിക്കും നമുക്ക് ഉപകാരപ്പെടുക. ആ സമയം കൊണ്ട് നിയമങ്ങളൊക്കെ മാറുമ്പോൾ നമുക്ക് ഒരുപാട് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് സ്റ്റോക്കിലാണെങ്കിൽ PNC ഇൻഫ്രാടെക്, JSW എനർജി, വാലോർ എസ്റ്റേറ്റ്, മെട്രോപോളിസ്, അശോക ബിൽഡ്കോൺ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഇത്രയും സ്റ്റോക്കുകളാണ്. ഒരു ഇൻട്രാഡേ ചെയ്യാൻ പറ്റിയ സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ ഒന്ന് നോക്കിക്കൊള്ളുക, അതിനെ ഒന്ന് വാച്ച് ചെയ്തോളുക. ദെൻ ഗോൾഡിൻ്റെ പ്രൈസ് മാറ്റമില്ലാതെ തുടരുകയാണ്. 2460 2660 ഉണ്ടായത് 2648 ഇറങ്ങി വന്നിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസും 74.27 തുടരുന്നുണ്ട്. ദെൻ USD INR റേറ്റ് ആണ് ഏറ്റവും മോശമായത്. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് 84 രൂപയുടെ മുകളിലേക്ക് പോയി. ഇവിടെയുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്. 84 രൂപയുടെ മുകളിലേക്ക് ഇതുവരെയും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യമായിട്ട് 84 രൂപ 7 പൈസയായി ഒരു US ഡോളറിൻ്റെ വില. ഇത് 100ലേക്ക് എത്തുമോ എന്നുള്ളതാണ് പേടി. കാരണം ഇത്
യൂട്യൂബേഴ്സിനൊക്കെ ഒരു പക്ഷേ ഇത് ഗുണം ചെയ്യും. കാരണം അവർക്ക് ഡോളറിലാണ് പേയ്മെൻറ്റ് വരുന്നതെങ്കിൽ ഡോളർ കൺവേർഷൻ വരുമ്പോൾ അവർക്ക്, അതേപോലെ ഗൾഫിലുള്ള ആൾക്കാർക്ക്, ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് പൈസ അയക്കുന്ന ആൾക്കാർക്ക്, അതുപോലെ വിദേശത്തുള്ള ആൾക്കാർക്ക്, ഇങ്ങനെ വിദേശത്ത് ബിസിനസ് ചെയ്തിട്ട് മന്ത്ലി പേയ്മെൻറ്റ് ചെയ്യുന്ന, വാങ്ങുന്ന ആൾക്കാർ, $US പേയ്മെൻറ്റ് വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഗുണകരമാണ്. കാരണം അവർക്ക് സാധാരണ ഇപ്പം ഒരു യൂട്യൂബറിന് $100 ആകുമ്പോൾ അയാളുടെ പേ ഔട്ട് വരുന്നത് 8,400 രൂപ, അതുപോലെ 7,750 രൂപ ചാർജൊക്കെ കഴിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ ഇനി അയാൾക്ക് കുറച്ചുകൂടെ പൈസ, ഒരു 10-200 രൂപ അധികം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേപോലെ ഗൾഫിൽ നിന്ന് കാശ് അയക്കുന്നവർക്കും അവർക്ക് നല്ല എക്സ്ചേഞ്ച് റേറ്റ് കിട്ടും. അപ്പോൾ ഒരുപാട് കാശ് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ അവിടെ കുഴപ്പം നടന്നിൽ മുമ്പ് 100 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയ സാധനം ഇനി വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് 120-130 രൂപ വേണ്ടി വരും. അപ്പോൾ കാശ് കൂടുതലുണ്ടാവും എന്നല്ലാണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഇനി ഓല ഇലക്ട്രിക്കൽസ്. അപ്പോൾ ഓലയുടെ വണ്ടിക്കെതിരെയായിട്ട് ഇതുവരെയും 10,000 കംപ്ലയിൻസ് ആണ് പോയിരിക്കുന്നത്. അപ്പം CCPA ആ കമ്പനിക്ക് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കരമായിട്ടും ബാംഗ്ലൂർ ഷോറൂം കത്തിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ഓലയുടെ ഇതെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേരെടുത്തവരൊക്കെ തന്നെ ഭയങ്കരമായിട്ട് പ്രശ്നത്തിൽപ്പെട്ട ഒരു കമ്പനിയാണ് ഓല ഇലക്ട്രിക്കൽസ്. ഓല ശരിക്കും മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഓലയാവുമ്പോൾ കത്തും. അത് വിറകൊക്കെ ആണെങ്കിൽ കുറച്ച് സമയമെടുത്തെത്തും, ഓല വേഗം കത്തും അല്ലേ. എന്തായാലും അതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അവരതിനുള്ള പരിഹാരം കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം പബ്ലിക്, അതായത് ഇങ്ങനെ സർവീസ് കൊടുക്കുന്ന കമ്പനികൾ അവരുടെ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ച് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ 1,20,000 കോടി രൂപയുടെ നഷ്ടമാണ് വലിയ കമ്പനികൾക്ക് ഉണ്ടായത്. മാർക്കറ്റ് ക്യാപ്പ് അവരുടേത് ഇടിഞ്ഞ് താഴോട്ട് പോയത്. പ്രധാനപ്പെട്ട 10 കമ്പനികളിൽ നിന്ന് മാത്രമായിട്ട് 1,22,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് കുറഞ്ഞിരിക്കുന്നത്. TCSും റിലയൻസും ഒക്കെയാണ് അതിൽ പ്രധാന വില്ലന്മാർ. അവർക്കാണ് നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുള്ളത്. ദെൻ കെനിയ അദാനി പവറുമായിട്ടൊരു പവർ പ്രൊജക്റ്റ് ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്. $736 മില്യൺ ഒരു പ്രൊജക്റ്റ്. തീർച്ചയായിട്ടും അദാനി പവർ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവായ ന്യൂസ് തന്നെയാണ്. ദെൻ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ബുള്ളിഷാണ്. ചൈനയുടെ ഹാങ്സങ് ഒഴികെ ബാക്കി എല്ലാം ഗ്രീനാണ്. ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് 25,073 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത്. 25,134 61 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 25,094 ഇതൊരു 25,000 ആ ഒരു കൺസോളിഡേഷൻ ഇതുവരെയും ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഒന്നുകിൽ 24,800 ലെവലിലേക്ക് ഇറങ്ങി വരണം, അല്ലെങ്കിൽ 25,200 മുകളിലേക്ക് പോകണം. അങ്ങനെ വരുമ്പോൾ അതൊരു നല്ല ഒരു റാലിയോ ഒരു ഫോളൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. ഇതിപ്പോൾ 25,000 ആ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഇന്ന് ഓപ്പണായ സ്ഥലത്ത് നിന്ന് 40 പോയിന്റ് താഴെയാണ് കറൻ്റ്ലി ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് നടക്കുന്നത്. പക്ഷേ ഇന്നലത്തെ ഓപ്പണിങ്ങിനേക്കാളും 19 പോയിന്റ് മുകളിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല. മാർക്കറ്റ് തിരിച്ച് 25,000 മുകളിൽ 25,200 മുകളിൽ ക്ലോസിങ് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ദെൻ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള കുറേ ഡാറ്റയുണ്ട് നമുക്ക് ഇന്ന് റിലീസാവാനുള്ളത്. ഇന്ത്യ WPI ഫുഡ് ഇൻഡെക്സ്, ഇന്ത്യ WPI ഫ്യൂയൽ ഇയർ ഓൺ ഇയർ, ഇന്ത്യ WPI മാനുഫാക്ചറിങ് ഇയർ ഓൺ ഇയർ, ഇന്ത്യ WPI ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയർ, ഇന്ത്യ ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് ഓൺ മന്ത്, ഇന്ത്യ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ചൈന ബാലൻസ് ഓഫ് ട്രേഡ്, ചൈന ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഇയർ ഓൺ ഇയർ. ഇത്രയും ഡാറ്റകളാണ്, ഗ്ലോബൽ ഡാറ്റകളാണ് ഇന്ന് വരാനുള്ളത്. ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനി റിലയൻസിൻ്റെ റിസൾട്ട് ഇന്നാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. കാരണം റിലയൻസ് അത്രയും വെയിറ്റേജ് ഉള്ള നിഫ്റ്റി 50 അത്രയും വെയിറ്റേജ് ഉള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കെയർഫുള്ളായിട്ട് നോക്കേണ്ടതുണ്ട്. അതുപോലെ ഏഞ്ചൽ വൺ, അലോക് ഇൻഡസ്ട്രീസ്, ഓറിയൻ്റൽ ഹോട്ടൽസ്, പ്രീമിയർ പോളിഫിലിം, റിത്ത ഫിനാൻസ് ആൻഡ് ലീസിംഗ്, ഇത്രയും കമ്പനി, ഇത്രയല്ല ഇതിൽ കൂടുതൽ കമ്പനികളുണ്ട്. പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയ ഏതാനും കമ്പനികളാണ് ഞാൻ ലിസ്റ്റ് ചെയ്തത്. ദെൻ ഇന്ന് F&O ബാനിൽ വന്നിരിക്കുന്നത് ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, GNFC, സെയിൽ, ഗ്രാനുവൽസ്,
ഹിന്ദ് കോപ്പർ, IDFC ഫസ്റ്റ് ബാങ്ക്, മണപ്പുറം ഫിനാൻസ്, PNB, RBL ബാങ്ക്. ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് FNO ബാനിൽ വന്നിട്ടുള്ളത്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4162 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3730 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 431 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്നലെ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നടന്നത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 58,394 കോടി രൂപ പിൻവലിച്ചു കഴിഞ്ഞു. വലിയ രീതിയിലുള്ള എന്താ പറയുക എടുത്തുകൊണ്ട് പോക്കാണ് നടക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ 57,792 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ 602 കോടിയുടെ സെല്ലിങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത്. നെഗറ്റീവാണ് ഇപ്പോഴും വാല്യൂ നിൽക്കുന്നത്. സോ മാർക്കറ്റിനെ ബെയറിഷ് മോഡിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ ഈ പറയുന്ന ഈ സെല്ലിംഗ് ബൈയിങ് ഡാറ്റ എന്ന് പറയുന്ന സ്റ്റോക്കുകളിലേക്ക് പോകുന്നതാണ്. ക്യാഷ് മാർക്കറ്റിൻ്റെ സ്റ്റോക്കുകളിൽ പോകണം. സ്വാഭാവികമായിട്ടും ഇത് നിക്ഷേപം തന്നെയാണ്. FNO ഡാറ്റ ഞാൻ നോക്കാറില്ല. കാരണം FNO ഡാറ്റ അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നൊരു മേഖല തന്നെയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഈ സ്റ്റോക്കുകൾ, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. സോ അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും. ഇനി ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റിയുടെ ഒരു മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ 24,985 നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്തു. 21 പോയിൻ്റ് നഷ്ടത്തിൽ 24,964 ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 120 പോയിൻറ്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ഈ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ ഇതുവരെയായിട്ട് 824 പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിക്ക് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു. ദെൻ അതിനെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല. കാരണം വളരെ നാരോ റേഞ്ചിലാണ് ട്രേഡ് പോയത്. ഇന്ന് നിഫ്റ്റിയിൽ നാരോ CPR ആണ്. ഇന്നലെ വെർജിൻ CPR, ഇന്ന് നാരോ CPR. സോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊളിക്കും എന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇന്ത്യ വിക്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന 13.22 ആണ്. ഇൻട്രാഡേ ട്രേഡേഴ്സിന് പറ്റിയ വിക്സ് ഒക്കെയാണ്. അതേപോലെ പുട്ട് കോൾ റേഷ്യോ 0.59 ആണ്. ഇത് ക്ലിയർലി ബെയറിഷ് മൂവ്മെൻറ്റ്, നമ്മുടെ മീറ്റർ കാണിക്കുന്ന പോലെ ബെയറിഷ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നതും പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നതും ഒരേ സ്ട്രൈക്കിലാണ്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് 61 ലക്ഷമാണെങ്കിൽ ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 54 ലക്ഷമാണ്. അപ്പോൾ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നോക്കിയിട്ട്. ഇത് ഈ പുട്ട് കോൾ റേഷ്യോ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ സൈക്കോളജിയെ മാത്രമേ ബാധിക്കുള്ളൂ. നേരിട്ട് ഉള്ള ഒരു എഫക്റ്റ് അതിനുണ്ടാവില്ല. അപ്പോൾ ആൾക്കാർ ഓപ്ഷൻ സെല്ലേഴ്സ് എന്ത് ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹയസ്റ്റ് കോൾ റേറ്റിങ്ങും പുട്ട് റേറ്റിങ്ങും ഒക്കെ നോക്കുന്നത്. അല്ലാതെ അത് നേരെ മാർക്കറ്റിനെ വലിച്ച് താഴോട്ടോ മുകളിലോട്ടോ കൊണ്ടുപോവില്ല. സ്റ്റോക്കിൽ ആ പാർട്ടിസിപ്പൻറ്റിന് ഇപ്പോൾ നിഫ്റ്റിയിലാണെങ്കിൽ 50 സ്റ്റോക്കുകളിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിനനുസരിച്ചാണ് മാർക്കറ്റിന് മൂവ്മെൻറ്റ് പോവുക. പക്ഷേ അത് ഈ ഓപ്ഷൻ സെല്ലേഴ്സ് അവരുടെ അനലിറ്റിക്സ് പ്രകാരം അത് ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും എന്ന രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് കോൾ സൈഡിൽ ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വരുന്നത്. ദെൻ കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാകേണ്ടവരെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്താൽ മതി. ഒരുപാട് ഡാറ്റ ഒരുപാട് ലൈവായിട്ട് നിന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ ട്രേഡിംഗ് ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും തന്നെ ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ കോപ്പി ട്രേഡിൽ താല്പര്യമുള്ള ജോലി, ഗവൺമെൻറ് എംപ്ലോയീസ് അവർക്കൊക്കെ ആണെങ്കിൽ കോപ്പി ട്രേഡിങ്ങിൽ ജോയിൻ ചെയ്യാം. രാവിലെ ഒന്ന് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് പോകാം. അല്ലാതെ നിങ്ങൾക്ക് ഒരു സ്റ്റാഫ് ഇരുന്ന് മോണിറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് ട്രേഡിങ്ങിൽ പ്രോഫിറ്റും ലോസും നമുക്ക് മുൻകൂട്ടി പ്രഖ്യാപിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് ആണെങ്കിൽ ലോസ്, അതങ്ങനെ തന്നെയാണ് പോവുക. സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നതാണ്. ഒരു ദിവസം ഇത്ര ശതമാനം മാത്രമേ ലോസ് വരുള്ളൂ, ഒരു മാസത്തിൽ ഇത്ര ശതമാനമേ പോകാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള കണ്ടീഷൻസ് വെച്ച് ക്രൈറ്റീരിയ ഫിൽറ്റർ വെച്ചിട്ട് പോകുന്നതാണ്. സോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ കോപ്പി ട്രേഡിലായാലും പ്രീമിയം ഗ്രൂപ്പിൽ തന്നെ ലൈവ്, ചില ആൾക്കാർക്ക് ജോലിയൊക്കെ ഉള്ളവർക്ക് ലൈവ് കേൾക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ലൈവ് ഇല്ലാതെ ട്രേഡ് മാത്രം കിട്ടുന്ന ഗ്രൂപ്പുണ്ട്. അതേപോലെ ലൈവിൽ പരസ്പരം സംസാരിച്ചുകൊണ്ട് ടെൻഷൻ ഫ്രീ ആയി ട്രേഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനേ നേരമില്ലെങ്കിൽ കോപ്പി ട്രേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ട്രേഡ് കിട്ടുന്ന ഒരു സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിലൊന്നും തന്നെ എവിടെയും ഒരു പ്രോഫിറ്റ് ഓർ ലോസ് വാഗ്ദാനം ചെയ്യുന്നില്ല. അത് മാർക്കറ്റ് റിസൾട്ടിനനുസരിച്ച്, മാർക്കറ്റ് മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് വരും.
ദെൻ ബാങ്ക് നിഫ്റ്റി ഇന്നലെ 319 പോയിൻറ്റിൻ്റെ നഷ്ടം ഉണ്ടാക്കി. ഫിൻ നിഫ്റ്റിയിൽ 128 പോയിൻറ്റിൻ്റെ നഷ്ടം ഉണ്ടാക്കി. സെൻസെക്സിൽ 97 പോയിൻറ്റിൻ്റെ നഷ്ടം ഉണ്ടാക്കി. മിഡ് ക്യാപ്പിൽ 61 പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റവും കിട്ടി. ഇത്രയൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ വീക്കിലി എക്സ്പയറി അവസാനിക്കാൻ പോവാണ്. മിഡ് ക്യാപ്പും ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ അവസാനിക്കാൻ പോവാണ്. ഞാൻ അതുകൊണ്ട് ഈ ചാർട്ട് അനലൈസ് ചെയ്യുന്നത് നിഫ്റ്റിയിലേക്ക് മാത്രമായിട്ട് ചുരുക്കുകയാണ്. സോ എല്ലാ ദിവസവും നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്, കാരണം നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും. ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിയൊക്കെ നമ്മൾ എക്സ്പയറി ദിവസം മാത്രമാണ് അതിനെ, മാസത്തിൽ ഒരു ദിവസം മാത്രമാണ് അതിനെ കിട്ടുക. സോ അത് നമുക്ക് ആ സമയത്തേക്ക് നോക്കാം. ഇപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ ഒരു ചാർട്ട്, നമ്മൾ നിഫ്റ്റിയുടെ ഇന്നത്തെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ടില്ല, വളരെ നാരോ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ മാത്രമാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. ഏകദേശം 140 പോയിൻറ്റിൻ്റെ ഒരു അപ്പ് ഡൗൺ മൂവ്മെൻ്റ് ആണ് കഴിഞ്ഞ ദിവസം കിട്ടിയത്. ഒട്ടുമിക്ക ആൾക്കാർ ഇൻട്രാഡേ ട്രേഡേഴ്സ് കഴിഞ്ഞ ദിവസം ലോസിലാണ് അവസാനിച്ചത്. ദെൻ ഇന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന ഹൈ 25,134 അല്ലെങ്കിൽ 24,795 എന്ന ഡേ ലോ, ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ഇന്ന് ടച്ച് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോ ട്രേഡ് സോണായിട്ട് ഇന്ന് വളരെ ചെറിയൊരു സോണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നോ ട്രേഡ് സോൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു പോയിന്റ്, അതായത് 24,984 മുതൽ 24,965 വരെയുള്ള 19 പോയിൻറ്റിൻ്റെ ഒരു സോണാണ് നമുക്ക് നോ ട്രേഡ് സോണായിട്ട് കിട്ടിയിട്ടുള്ളത്. സോ ഈ മാർക്കറ്റ് ഇതിൻ്റെ താഴെയാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ, ഇതിൻ്റെ ഉള്ളിലാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ നമ്മൾ ഫ്രഷ് എൻട്രി അവിടെ എടുക്കാതിരിക്കുക. മാർക്കറ്റ് താഴെയാണ് ഓപ്പൺ ആകുന്നതെങ്കിൽ പുട്ടിലേക്കും മുകളിലേക്കാണെങ്കിൽ കോളിലേക്കൊക്കെ എൻട്രി എടുക്കാം. അതേപോലെ ഓപ്പണിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നോർമലി നോ ട്രേഡ് സോൺ, അതായത് റാസ് ലെവൽസിൻ്റെ നോ ട്രേഡ് സോണിൻ്റെ അകത്താണ് CPR വന്നിട്ടുള്ളത്, ലോവർ സൈഡിലാണ്. അതുകൊണ്ട് മാർക്കറ്റ് താഴെ ഓപ്പണായിട്ട് കുതിച്ച് മുകളിലോട്ട് കയറാനുള്ള എല്ലാ സാധ്യതയും, നല്ല മൊമെൻറ്റം കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇത് നമുക്ക് സൂചിപ്പിക്കുന്നത്. നാരോ CPR ആണ്, നോ ട്രേഡ് സോണിൻ്റെ അകത്താണ് കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും നല്ലൊരു മൊമെൻറ്റം ഇന്ന് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതും അല്ലെങ്കിൽ മൊമെൻറ്റം കിട്ടിയില്ലെങ്കിൽ വലിയ ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മുള്ളുള്ള ക്യാൻഡിൽസ് ആയിരിക്കും വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ദെൻ ഒരു ഹയർ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് യെസ്റ്റർഡേ ലോ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അത് കുറച്ച് അത്ര പവർഫുൾ റെസിസ്റ്റൻസ് ആയിരിക്കില്ല, ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും. 25,052 അല്ലെങ്കിൽ 0,28 എന്നുള്ള ഒരു 24 പോയിൻറ്റിൻ്റെ ഈ ഒരു സോൺ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി അതുകൂടാതെ ഇന്നത്തെ ഡേ ഹൈ, പ്രതീക്ഷിക്കുന്ന ഡേ ഹൈയിലും മാർക്കറ്റ് ഒരു റിവേഴ്സൽ എടുക്കാനുള്ള സാധ്യതയുണ്ട്. 25,134, 121 എന്ന 13 പോയിൻറ്റിൻ്റെ ഈ ഒരു സോണിൽ മാർക്കറ്റ് റിവേഴ്സൽ വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഒരു റെയർ കേസ് സിനാരിയോയിൽ മാർക്കറ്റ് ഇവിടെ വരെ കയറിപ്പോയേക്കാം. 25,189, ഈ 189 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നാളെ മുതൽ ഇത് മുകളിലോട്ട് കയറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 200 അതിൻ്റെ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ്, അതിന് മുകളിൽ കയറി കിട്ടണം. അതിൻ്റെ ഇടയിൽ കളിക്കുമ്പോഴൊക്കെ ഇത് കൺസോൾട്ടേഷൻ്റെ കണക്കിലേ വരുള്ളൂ. അപ്പോൾ ലോവർ സൈഡിലേക്ക് മാർക്കറ്റ് വരണം. പ്രീവിയസ് ഡേ ലോ എന്ന് പറയുന്ന ഈ ഒരു ലെവല് 25,920 മുതൽ 897 വരെയുള്ള 23 പോയിൻറ്റിൻ്റെ ഈ ഒരു സോണിൽ മാർക്കറ്റിന് സപ്പോർട്ട് കിട്ടിയേക്കാം. ഇനി അതല്ലെങ്കിൽ മാർക്കറ്റ് ഇന്ന് ഡേ ലോ പ്രതീക്ഷിക്കുന്നത് 24,795 ഒരു റയർ കേസിൽ 24,760 വരെയും പോയേക്കാം. ഓക്കെ, ഇത്രയാണ് നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ്. ഓപ്പണിംഗ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു യെസ്റ്റർഡേ ലോ ലെവലിൽ ഓപ്പണായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയേക്കാം. ഇനി മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് ഒന്നും സ്റ്റിക്ക് ഓൺ ചെയ്ത് ഞാൻ പറയുന്നതിൽ ഉറപ്പിച്ച് നിൽക്കുകയൊന്നും വേണ്ട, അതൊക്കെ വൻ അബദ്ധങ്ങളായി മാറും. സോ എവിടെയാണോ ഓപ്പൺ ആവുന്നത് ഈ ലെവൽസ്, ഈ നോ ട്രേഡ് സോണിൽ പോയി എൻട്രി എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് താഴോട്ട് പോകാൻ ചാൻസ് കുറവാണ്. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങി പോവുകയും ചെയ്യും. സോ നോക്കാം, നമുക്ക് മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒരു ന്യൂസിലൊക്കെ അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ട്. മറ്റ് ലോകരാജ്യങ്ങളെല്ലാം, അതേപോലെ US ഇലക്ഷൻ്റെ സംഭവങ്ങൾ. അപ്പോൾ ലോകരാജ്യങ്ങൾ എല്ലാം ഇടപെട്ട് പ്രശ്നങ്ങൾ, എല്ലാവർക്കും ബിസിനസ് നടക്കണം. യുദ്ധം ചെയ്ത് നടന്നാൽ ലോകം മുന്നോട്ട് പോവില്ല. നന്നായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, യുദ്ധം ചെയ്യണം എന്ന് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ലോക നേതാക്കൾ. അപ്പോൾ അവർ കൂടുതൽ പേരും ചിന്തിക്കുന്നത് സമാധാനത്തോടുകൂടി ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സമാധാനത്തിനായിട്ട് കൂടുതൽ പേരും ശ്രമിക്കും എന്ന് തന്നെ നമുക്ക് നോക്കാം. സോ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അതുകൊണ്ട് അതിനെ നമുക്ക് വിട്ടുകളയാം. വളരെ ലെങ്തി വീഡിയോ ആയി എന്ന് തോന്നുന്നു. എന്തായാലും റിയലി സോറി അബൌട്ട് ഇറ്റ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.